അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ആത്താങ്കരയിൽ നിന്ന് കായൽ പട്ടണത്തിലേക്ക് പോകുന്ന വഴിക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ദർഗയിലാണ് നമ്മളിപ്പോഴുള്ളത്. വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ, ഒരുപാട് കാര്യങ്ങൾ നിറവേറാൻ അവസരം ലഭിച്ച ഒരു ദർഗയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദർഗയുടെ മുന്നിലുള്ള ഈ മരം ഒരു വേപ്പിൻ്റെ മരം, അത് സുജൂദിലായി കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ വരുന്നവർക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ആലുമരം മുളച്ചു വരികയും ആ വേപ്പിൻ്റെ മരം തുളച്ച് അത് താഴേക്ക് ഇറങ്ങി അത് വേര് സംവിധാനം ഉണ്ടാവുകയും മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന കാഴ്ചയുമാണുള്ളത്. ഈ മരത്തിൽ നിന്നുകൊണ്ട് വരുന്നവരൊക്കെ ഇതിൻ്റെ ഇലകൾ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ദർഗയിൽ വരുന്നവരൊക്കെ ദുആ കഴിഞ്ഞ് ഈ ഇലകൾ ഉപയോഗിച്ച് ശമനം കണ്ടെത്തുന്നു. ഇവിടെ അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അലാവുദ്ദീൻ വലിയുള്ള, അബൂബക്കർ വലിയുള്ള, മറിയം ബീവി നാച്ചിയാറുമ്മ എന്ന മഹാന്മാരുമാണ്. സുഹൃത്തുക്കളെ, ഒരുപാട് കാര്യങ്ങൾ നിറവേറാൻ ഈ ഒരു ദർഗാ ഷരീഫ് കാരണമാകുന്നെങ്കിലും ഇവിടെ പ്രധാനമായിട്ടും റാത്തീബാണ് നടന്നു വരുന്നത്. ജലാലിയ റാത്തീബ്, ഖാദിരിയ മഹലറ തുടങ്ങിയതാണ് നടന്നു വരുന്നത്. നമ്മുടെ ഈ കാഴ്ചയിൽ കണ്ടതുപോലെ ഇന്നും ഒരു വാഹനം നിറച്ച് ആൾക്കാർ വന്നു, റാത്തീബ് കഴിഞ്ഞു, ഭക്ഷണങ്ങളൊക്കെ വച്ചു കൊടുത്തു, അവർ തിരിച്ചു പോകേണ്ട സംവിധാനത്തിലേക്ക് നിൽക്കുകയാണ്. ഇൻഷാ അല്ലാ, ഇവിടെ കാണുന്ന ആ പള്ളി ഇവിടെ വന്ന ഉദാരമതികൾ അവരുടെ സംഭാവന കൊണ്ട് നിറവേറ്റിയതാണ്. ഇവിടെ പ്രാഥമിക കർമ്മങ്ങൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ബാത്റൂം പോലത്തതിനൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നിസ്കരിക്കാനുള്ള പള്ളിയിലും അതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ദർഗയിൽ വരികയും ഈ ദർഗയെക്കുറിച്ച് മനസ്സിലാവുകയും വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഈ പള്ളിയിൽ ജുമുഅ സ്ഥാപിച്ചുകൊണ്ട് വിശാലമായ ഒരു മഹല്ലാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ അകമഴിഞ്ഞ സംഭാവന